പ്രേക്ഷകരുടെ സെലക്ഷൻ പ്രകാരം ജിൻഡോയെയും നോറയെയും കൈകൾ കൂട്ടിക്കെട്ടി രണ്ടുപേരും ചേർന്ന് നടക്കേണ്ടി വരുന്നു. നോറയ്ക്ക് ജിൻഡോയോട് അല്ലെങ്കിലും ദേഷ്യമാണ്. ജിൻഡോ പക്ഷേ ഈ ടാസ്കിൽ കുറെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ജിൻഡോ പുറത്തുപോയി പുഷപ്സ് എടുക്കുകയും പിന്നെ മറ്റ് പല മത്സരാർത്ഥികളുടെയും മുമ്പിൽ പോയി മസിൽ കാണിക്കുകയും മിസ്റ്റർ കേരള കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് മറ്റ് മത്സരാർത്ഥികൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും രസിക്കുന്നുണ്ട്. ഒരു കാരണം ഉണ്ടാക്കാനായി നോറ ക്യാപ്റ്റനോട് വരെ പറയുന്നുണ്ട്. ജിൻഡോ കയറിൽ പിടിച്ചു വലിച്ച് തന്റെ കൈ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ വിടാത്ത ശ്രീരേഖ വന്ന് പറയുന്നു നോറയ്ക്ക് കൈവേദനിക്കും എന്നെല്ലാം. പക്ഷേ മറ്റ് മത്സരാർത്ഥികൾ ആരും തന്നെ ഇത് മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ ശ്രീരേഖയ്ക്ക് പിന്നെ ഒന്നും പറയാൻ വയ്യാതായി. ബിഗ് ബോസ് ഈ ടാസ്കിന് ജിൻഡോയെയും നോറയെയും തിരഞ്ഞെടുത്തത് തന്നെ അവർ തമ്മിൽ തീർച്ചയായും തല്ലുകൂടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഉദ്ദേശിച്ച പോലെ വഴക്കുണ്ടായില്ല എങ്കിലും ജിൻഡോ ശരിക്കും എല്ലാവരെയും എന്റർടൈൻ ചെയ്തു എന്ന് പറയാതെ വയ്യ. പുറത്തുപോയി പുഷപ്സ് എടുക്കുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും പിന്നീട് പാട്ട് പാടുമ്പോഴും ബോഡിയുടെ മസിൽസ് മറ്റും മത്സരാർത്ഥികളെ കാണിക്കുമ്പോഴും എല്ലാം എല്ലാവർക്കും രസിക്കുന്നുണ്ട്. രതീഷിന്റെ പുറത്ത് കയറിയിരുന്ന് ആന കളിക്കുക വരെ ചെയ്തു ജിൻഡോ. രശ്മിൻ, ജാസ്മിൻ, ശ്രീരേഖ എന്നിവർ പരമാവധി അവരെ ശല്യം ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. രതീഷിനോട് രശ്മിൻ പറയുന്നുണ്ടായിരുന്നു 2-3 ദിവസത്തിനുള്ളിൽ തന്റെ കാര്യം തീരുമാനമാകുമെന്ന്. ഇടയ്ക്കിടെ സായി പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ രസകരമാക്കാമായിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. എങ്കിലും നോറ കാര്യമായി സഹകരിച്ചില്ല എന്ന കാരണം കൊണ്ട് ടാസ്ക് ഉദ്ദേശിച്ച അത്ര വിജയം കണ്ടില്ല.